ഒരു വലിയ ബീട്രൂട്ട് ചോപ്പറിലിട്ടിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇനി 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ ചേർക്കുന്ന താളിപ്പാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉഴുന്നുപരിപ്പ് ഇളം ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരുവിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഒന്നുകൂടെ എണ്ണയിൽ ചൂടാക്കിയ ശേഷം നമുക്കിപ്പോൾ വെജിറ്റബിൾസ് വെന്തോ നോക്കാം. ബീട്രൂട്ടെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരുമ്പോൾ നമുക്ക് ഈ താളിപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ സദ്യയ്ക്ക് തോരൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ.